എനിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിലെ ഇത്രയും സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടുകൂടെ ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ്. വചനം കേട്ട് വിചിന്തനം ചെയ്ത് നമുക്ക് ഏറ്റവും ഈശോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ ഈശോ നമ്മളെല്ലാവരെയും ഇന്നത്തെ ദിവസം ഒരുക്കട്ടെ. പ്രത്യേകമായിട്ട് പ്രഭാത വിരുന്നിൻ്റെ സ്വർഗീയ മധ്യസ്ഥ പരിശുദ്ധ അമ്മയുടെ ശക്തമായ സഹായവും സംരക്ഷണവും ഒക്കെ യാചിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമ്മൾക്ക് എല്ലാവർക്കും അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഒന്ന് ചേർന്ന് ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ പരിശുദ്ധ അമ്മയോട് സഹായം അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടി നമുക്ക് അപേക്ഷിക്കാം. കാരണം നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാനും വചനം കൂടുതൽ ആഴത്തിൽ അറിയാനുമായിട്ടൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സഹായം നമ്മോട് എല്ലാവരോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാകട്ടെ. അതോടൊപ്പം നമ്മൾ വചനം കേൾക്കുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ ഒരു നിയോഗം പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ഈശോയിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു മതവിശ്വാസത്തിലൂടെ കടന്നു പോകുന്നവരൊക്കെ തന്നെയാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടെത്തി വിശ്വാസത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്കൊക്കെ പരിചയമുള്ളവരുണ്ടെങ്കിൽ അവരെയൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കാം. വിശ്വാസ ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്നൊക്കെ തിരികെ വരാനും വിശ്വാസത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണയിലേക്ക് വരാനായിട്ടൊക്കെ അവരെ ഒരുക്കട്ടെ എന്നുള്ള നിയോഗത്തോടുകൂടി നമുക്ക് വചനം കേൾക്കാനായിട്ട് ഒരുങ്ങാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം ഹെബ്രായർക്കാർക്കുള്ള ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യമാണ്. ഒരൊറ്റ വാക്യം മാത്രമേ ഉള്ളൂ. ആ വാക്യം ഇങ്ങനെയാണ്: വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുന്നുമെന്നും വിശ്വസിക്കണം. ഹെബ്രായർക്കാർക്കുള്ള ലേഖനത്തിലെ വളരെ ഇന്നച്ഛൻ പറയാൻ പോകുന്ന വിഷയവുമായിട്ട്
വളരെ ബന്ധപ്പെട്ട ഒരു വചനഭാഗമാണിത്. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആകെ വേണ്ടൊരു മുതൽക്കൂട്ട് അത് വിശ്വാസം മാത്രമാണ്. രണ്ടാമത്തേത്, ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം തരും, അതിൽ വിശ്വസിക്കണം. പ്രിയമുള്ളവർ, ഈ ഒരു വചനഭാഗം തിരഞ്ഞെടുക്കാനും ഒക്കെയുള്ളൊരു കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് പല യുവാക്കളിൽ നിന്നും കേട്ട ഒരു ചോദ്യത്തിന് അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നൽകാനായിട്ട് പല സാഹചര്യങ്ങളിലും പല ഇടങ്ങളിലും അച്ഛൻ വ്യക്തിപരമായിട്ട് തിരഞ്ഞു നടന്ന ഒരു കാലയളവായിരുന്നു ഇത്. യുവാക്കളുടെയൊക്കെ ആ കൊറോണയ്ക്കൊക്കെ ശേഷമുള്ള അവർ കുറേ പേരൊക്കെ പള്ളിയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നു. അപ്പോൾ അവരിൽ നിന്ന് ചിലരിൽ നിന്ന് കേട്ട ഒരു ചോദ്യമാണ്, പള്ളിയിൽ വന്നിട്ട് എന്തിനാണ്, പള്ളിയിൽ വന്നിട്ട് എന്ത് കിട്ടും? അല്ലാതൊരു വല്ലാത്തൊരു ചോദ്യമാണ്. പള്ളിയിൽ വന്നിട്ട് എന്തിനാണ്, പള്ളിയിൽ വന്നിട്ട് എന്ത് കിട്ടും? അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ആ കാലയളവിൽ പറഞ്ഞു കൊടുത്തു. എങ്കിൽ പോലും അത് ഇപ്പോഴത്തേക്ക് സാഹചര്യമായിട്ട് അവർ ബന്ധപ്പെടുന്ന ചില സാഹചര്യങ്ങളുമായിട്ട് എങ്ങനെ കൂടുതൽ വ്യക്തമാക്കി അതിനെ ഒന്ന് വിശകലനം ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് പലപ്പോഴും അന്വേഷിക്കുമായിരുന്നു. ഈ ഒരു കാലയളവിൽ അതിന് പറ്റിയൊരു ഉദാഹരണം ഈ ഒരു കാലയളവിൽ കണ്ടു. അതുകൊണ്ടാണ് അതിനെ നീട്ടിക്കൊണ്ടു പോകാതെ ഇപ്പം തന്നെ പറയാം എന്ന് കരുതിയത്. ചോദ്യം ഇതാണ്, പള്ളിയിൽ വന്നാൽ എന്ത് കിട്ടും? ദൈവം എന്ത് തരും? എന്താണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്? വന്നിട്ടൊക്കെ ഒരു കാര്യമില്ല. പിന്നെ എന്തിനാണ് ഞങ്ങൾ സമയം കളയണത്? എന്തിനാണ് പള്ളിയിൽ വരുന്നത്? ചിലപ്പോൾ എന്തിനായിരിക്കും അവിടുത്തെ പിരിവുകളൊക്കെ കൊടുക്കുന്നത്, സ്വസ്ഥർക്കാഴ്ച ഇടുന്നത്? അതിനൊന്നും ആവശ്യമില്ല. ദൈവത്തിന് അതിൻ്റെയൊന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ പള്ളി വരുന്നിട്ട് കാര്യമില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഈ ഇടയ്ക്ക് വളരെ അതിശയത്തോടു കൂടി കണ്ട ഒരു കാര്യമായിട്ട് അതിനെ ഒന്ന് തരണം ചെയ്താൽ ഒരുപക്ഷെ അതിനുള്ള ഒരു മറുപടി കിട്ടും. ഇപ്പോൾ നമ്മൾക്കറിയാം, ലോകം മുഴുവനും ഫുട്ബോള് വേൾഡ് കപ്പൊക്കെ നടക്കുന്ന ഒരു വളരെ പ്രകമ്പനം കൊള്ളുന്ന, വളരെ സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാരും യുവാക്കളും യുവതികളുമൊക്കെ ഒരേപോലെ നമ്മൾ മലയാളികളൊക്കെ ഉറക്കം തിന്നൊക്കെ കളി കാണുന്ന ദിവസങ്ങളാണത്, അല്ലേ? കളിയെക്കുറിച്ച് അറിയാൻ പാടില്ലെങ്കിൽ പോലും കമ്പനി കൊടുത്ത് ഉറക്കം തിരിച്ചിരുന്ന് കളി കാണുന്നൊരു കാലമാണ്. അങ്ങനെ ഞാൻ ഈ കാലയളവിൽ കുറച്ച് യാത്രയൊക്കെ ചെയ്യേണ്ടി വന്നായിരുന്നു എൻ്റെ ഉത്തരവാദിത്വവുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷങ്ങളിൽ കണ്ട ഒരു കാഴ്ചയാണ്, കേരളം നിറയെ ഫ്ലെക്സുകൾ, ഫുട്ബോൾ ഫാൻസിൻ്റെ ഫ്ലെക്സുകൾ. അർജൻറ്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ജർമ്മനി, ഫ്രാൻസ്, അങ്ങനെ പോകുന്നു. ഇത് വളരെ അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ് ഈ വർഷം കണ്ടത്. എവിടെ പോയാലും ഫ്ലെക്സാണ്. ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ 6:3 ഫ്ലെക്സ് ഒന്നുമല്ല. എത്രത്തോളം ആകാശത്തിലേക്ക് ഉയരാൻ പറ്റും, എത്രത്തോളം ആകാശത്തിലേക്ക് ഉയർന്ന്, എത്രത്തോളം നീളത്തി വെച്ച്, എത്രത്തോളം കട്ടൗട്ട് വെക്കുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കണമായിരുന്നു, ഇതെല്ലാം ചെയ്യണത് മധ്യവയസ്കരോ അല്ലെങ്കിൽ ഒരു 60s കഴിഞ്ഞവരോ 60 കഴിഞ്ഞവരോ ഒന്നുമല്ല. ഇതെല്ലാം യുവാക്കളാണ്. ഒരു 40 വയസ്സൊക്കെ അതിന് താഴേക്കുള്ള യുവാക്കളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കണമായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവർക്ക് എന്ത് കിട്ടും? അതാണ് എൻ്റെ ഒരു മറുചോദ്യം. പള്ളിയിൽ വന്നാൽ എന്ത് കിട്ടും? പള്ളിയിൽ വന്നിട്ട് എന്താണ് അവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ടെങ്കിൽ, ആ ചോദ്യം ചോദിച്ച എനിക്ക് പരിചയമുള്ള കുറച്ച് യുവാക്കളോടൊക്കെ തന്നെ
അവരിങ്ങനെ വലിയ കട്ടൗട്ടും ഫ്ലെക്സും ഒക്കെ വെക്കുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കണം, ഇങ്ങനെ വെക്കണത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? എന്താണ് മെച്ചം? ഇപ്പം ഞാനൊരു ഫുട്ബോൾ വിരോധിയൊന്നുമല്ല. ഞാൻ ജനിച്ച് വീണത് എൻ്റെ പള്ളിമുറ്റത്ത് ഫുട്ബോൾ കളിക്കാൻ എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ്. അതായത് ഓടാൻ പ്രായകാലം മുതൽ ബോൾ പെറുക്കി എങ്ങനെയുണ്ട് കളിക്കാൻ കയറി. അങ്ങനെ കളിച്ച് നടന്ന് കളിയെ പ്രേമിച്ച് ACL ലിഗ്മെൻറ്റ് ഫുള്ള് ടിയറായി, കളിച്ച് ടിയറായി പൊട്ടി. അത് സർജറി ചെയ്തിട്ട് അത് പിന്നെയും കളിക്കാൻ പോയ ആളാണ് ഞാൻ. ഇപ്പോഴും ഫുട്ബോളിന് വളരെ ആഴത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനോട് എനിക്ക് യാതൊരുവിധ വിരോധവും ഇല്ല. പക്ഷേ ദൈവത്തിൻ്റെ അടുത്ത് വരുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം ചോദിച്ച ആ യുവാക്കളോട് എനിക്കൊരു ചോദ്യമുണ്ട്. എവിടെയൊക്കെയോ കളിക്കുന്ന ഏതൊക്കെയോ ടീമിന് വേണ്ടി ഫുട്ബോളിൻ്റെ റാങ്കിങ്ങിൽ 100-ലും മുകളിലുള്ള രാജ്യത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഇവിടുത്തെ വഴിവഴക്കങ്ങളിൽ, കവലകളിൽ, തെരുവുകളിൽ ഇത്രയും വലിയ ഫ്ലെക്സും ഒക്കെ വെക്കണതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലാഭം? നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ചോദ്യമാണത്. എന്ത് കിട്ടും? എന്താണ് നിങ്ങൾ രാത്രി ഉറക്കമുറച്ചിരുന്ന് കളി കാണുന്നു? വെളുപ്പിനെ 3 മണിക്ക്, വെളുപ്പിനെ 4 മണിക്ക്, 6 മണിക്ക്, 12 മണിക്ക് ഗ്യാങ്ങൊക്കെ ഇരുന്ന് കളിയൊക്കെ കണ്ട് വലിയ ഫ്ലെക്സൊക്കെ വെച്ച് വളരെ ആഘോഷം, ജേഴ്സിയൊക്കെ അണിഞ്ഞ് എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോണ ലാഭം ഇതിൽ നിന്ന്? ഞാനും കളി കാണുന്ന ആളാണ്. പക്ഷെ ഇങ്ങനെ വലിയൊരു ആഘോഷമൊക്കെ ഇവർ കവലകളിലും തെരുവുകളിലുമൊക്കെ വലിയ തോരണമൊക്കെ വിരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും എന്താണ് ഇവർക്ക് കിട്ടുന്ന? എത്ര ലക്ഷമല്ല കേട്ടോ, കോടിക്കണക്കിന് രൂപയുടെ ഫ്ലെക്സ് ആയിരിക്കും കേരളത്തിൽ അടിച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ഫ്ലെക്സ്. അതതിൻ്റെ ഉയരവും വീതിയും കാണുമ്പോൾ അറിയാം എത്രത്തോളം ചിലവാണ്, എത്രത്തോളം. അതിന് അച്ഛൻ പറയണത് അതൊന്നും ചെയ്യണ്ട എന്നല്ല പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്കെന്താണ് കിട്ടുന്നത്? ഒരിത് അല്ലേ, ഒരു സന്തോഷം, അല്ലെങ്കിൽ ഒരു സംതൃപ്തി. ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? ഞാൻ മനസ്സിലാക്കിയത് ചിലയിടത്തൊക്കെ 25-30,000 രൂപ കൊടുത്തൊക്കെയാണ് ഫ്ലെക്സ് അടിച്ചത്. ഞാൻ എൻ്റെ 2-3 കൂട്ടുകാരൊക്കെ ചോദിച്ചായിരുന്നു പരിചയമുള്ളവരോട്. 30,000 രൂപക്കൊക്കെ ഫ്ലെക്സ് അടിച്ചാണ് വെക്കുന്നത്. ഫ്ലെക്സിൻ്റെ അടിക്കണ തുക, അത് വെക്കാനുള്ള കട്ടൗട്ട് വേറെ, അങ്ങനെ കുറേ ചിലവുകൾ. അതിൻ്റെ ഫ്രെയിമുകൾ വേറെ, ഉറക്കമൊഴിക്കുന്നത് വേറെ, അധ്വാനം വേറെ. എന്താണ് ഇവർക്ക് കിട്ടാൻ പോണ ലാഭം? അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ചെറിയ മനസ്സുഖം, ചെറിയൊരു സന്തോഷം, അല്ലെങ്കിൽ ചെറിയൊരു സംതൃപ്തി, ഇതിൽ നിന്ന് ഇത് മാത്രമേ അവർക്ക് കിട്ടത്തുള്ളൂ. വേറെ എന്ത് കിട്ടും? വേറെ എന്ത്? ഇത്ര അഗാധമായി പ്രേമിച്ച് പ്രണയിച്ച് എന്ത് കിട്ടും ഇവർക്ക്? ഈ പറഞ്ഞ സാധനം കിട്ടുന്നുള്ളൂ. ഇതൊരു നല്ല ഉദാഹരണമാണെന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അച്ഛൻ ഇത് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോഴും കർത്താവ് തമ്പുരാൻ്റെ അടുത്ത് വരുമ്പോഴും കിട്ടാൻ പോകുന്നത് ഇതേ സംഭവം തന്നെ. ഒരു മനസ്സുഖം, ഒരു സന്തോഷം, ഉള്ളിലൊരു ആനന്ദം. അപ്പോൾ അച്ഛൻ, ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ ഹൃദയഭാരങ്ങളും പേറി ഒരു പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പള്ളിയിൽ വന്ന ഒരു ആരാധന കൂടി തിരിച്ചു പോകുമ്പോഴേക്കും ഞാൻ എൻ്റെ ഹൃദയഭാരമെല്ലാം ആ അൾത്താരയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഇവരങ്ങനെയാണോ? ഉള്ള തല്ലും പിടിച്ച് പരസ്പരം തെറിയും പറഞ്ഞ് അവസാനം ടീം തോറ്റിട്ടും ഭയങ്കര പിരിമുറുക്കത്തോടു കൂടിയാണ് ഇതിൽ നിന്ന് പിറകോട്ട് പോകുന്നത്. ഇത്രയേറെ ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ട്. അർജന്റീന തോറ്റാൽ എന്ത് ചെയ്യും? ബ്രസീൽ തോറ്റാൽ എന്ത് ചെയ്യും? കപ്പടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അവരപ്പോൾ എഴുതി വെക്കും അവർക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച്. പക്ഷേ കർത്താവിൻ്റെ അടുത്ത് വന്നാൽ നഷ്ടങ്ങളില്ല, കർത്താവിൻ്റെ അടുത്ത് നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. തിരിച്ചു പോകുന്നവൻ, നമ്മൾ വചനം വായിക്കുന്നില്ലേ, അവൻ വിത്ത് എറിഞ്ഞത് സങ്കടങ്ങളോടുകൂടിയാണെങ്കിലും അവൻ കട്ട ചുമന്നു കൊണ്ടുപോകുന്നത് അവൻ നൃത്തം ചെയ്തുകൊണ്ടാണ്. കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് തിരിച്ചു പോകുന്നത് നൃത്തം ചെയ്തുകൊണ്ടാണ്. അതാണ് കർത്താവ് നൽകുന്ന തൃപ്തി, സംതൃപ്തി, കർത്താവ് നൽകുന്ന ആനന്ദം.
പക്ഷെ ഇവർക്ക് കിട്ടാൻ പോണത് അവസാനം ഏതെങ്കിലും ഒരു ടീം ജയിക്കും, ബാക്കിയുള്ളവരുടെ എല്ലാ പ്രയത്നങ്ങളും വെറുതെയാണ്. പക്ഷേ അവരുടെ ടീമിനോട് ഒരു കമ്മിറ്റ്മെൻറ്റ് കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ അവസാനം ചിലപ്പോൾ നഷ്ടങ്ങളെ കണക്കേ പറയാനുണ്ടാവുകയുള്ളൂ. ചിലപ്പോൾ വാതുവെപ്പ്, തർക്കം, കയ്യാങ്കളി ഇതിലൊക്കെ വന്ന് അവസാനിക്കും. പക്ഷെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നാൽ ഇങ്ങനത്തെ ഒരു വിഷയം അവിടെ ഇല്ല. അപ്പോൾ കർത്താവ് നമുക്ക് ഹൃദയം തുറന്ന് വെച്ച് ആശ്വാസത്തോടുകൂടെ ഭവനത്തിലേക്ക് കടന്നു പോകാനുള്ള ഇടമാണ് ദേവാലയം. അതാണ് കർത്താവ് നമുക്ക് നൽകുന്നത്, അതാണ് ദൈവം നമുക്ക് നൽകുന്നത്. പക്ഷേ ഈ തലമുറ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തെ ഒന്ന് താരതമ്യം ചെയ്ത് പഠനം ചെയ്യുമ്പോഴേക്കും, ഒന്ന് ചിന്തിക്കുമ്പോഴേക്കും എന്ത് കിട്ടിയിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം അല്ലേ? അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് കിട്ടുമെന്ന് ചോദിച്ചവരോട് ഞാൻ ഒരിക്കലും ഫുട്ബോൾ വിരോധിയല്ല. ഇപ്പോഴും വളരെ കാലിന് പാടില്ലാത്ത കൊണ്ട് മാത്രം കളിക്കാത്ത ഒരാളാണ് ഞാൻ. 20 കിലോമീറ്ററൊക്കെ ബൈക്ക് ഓടിച്ച് ദിവസം കളിക്കാൻ പോയിരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ വിരോധി ഒരിക്കലും അല്ല. വളരെ ആർഡൻ്റായിട്ടുള്ളൊരു ഇഷ്ടം അതിനോട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾക്കൊന്ന് ചിന്തിക്കാം. കർത്താവിൻ്റെ അടുത്ത് വന്നാൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. കർത്താവ് ഹൃദയം നിറച്ച് വിടുന്നവനാണ്. ഈശോ തമ്പുരാൻ ഹൃദയം നിറച്ച് വിടുന്നവരാണ്. കർത്താവ് അതുമാത്രമാണ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. കുരിശിൽ കിടന്ന് 3 ആണികളിൽ സ്വർഗത്തിനും അല്ലെങ്കിൽ ആകാശത്തിനും ഭൂമിക്കുമിടെ രക്തം ചിന്തി രക്തമില്ലാതെ മരിച്ച ക്രിസ്തുവിൻ്റെ തരാനായിട്ട് ആ സ്നേഹം മാത്രമേ ഉള്ളൂ, പരിഗണന മാത്രമേ ഉള്ളൂ, കരുതൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറമൊന്നും ഈശോടെ തരാനില്ല ഇവിടെ വന്നാൽ, പള്ളിയിൽ വന്നാൽ. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ആ രീതിയിൽ ചിന്തിച്ചും പ്രാർത്ഥിച്ചും കൂടുതൽ ആഴത്തിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാൻ ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് ഒരുക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സർവശക്തനായ ദൈവമേ, അങ്ങയോടും വളരെ പ്രത്യേകമായിട്ട് സ്വർഗത്തിലെല്ലാ നിവാസികളോടും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ഔസപിതാവിനോടുമൊക്കെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ നാമത്തിലുള്ള വിശുദ്ധൻ, വിശുദ്ധ ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൻ്റെ മധ്യസ്ഥ, അതുപോലെ എല്ലാ മാലാഖമാരോടും സ്വർഗത്തിലെല്ലാ നിവാസികളോടും പ്രത്യേകമായിട്ട് ഞങ്ങൾ മാധ്യസ്ഥം അപേക്ഷിക്കുന്നതാണ്. കർത്താവിൻ്റെ അടുക്കലേക്ക് തിരികെ വരാനും കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗീയമാനന്ദം അനുഭവിച്ചറിയാനുമൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. വളരെ പ്രത്യേകിച്ച് വിശ്വാസത്തിൽ അകന്നിരിക്കുന്ന പുതിയ തലമുറയിലെ മക്കൾ കൂടുതൽ അപകടങ്ങളിലേക്കും അബദ്ധങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ സർവശക്തനായ ദൈവമേ, ഇന്നത്തെ പ്രഭാത വിരുന്നിലൂടെ അവരെല്ലാവരെയും, ഇത് കേൾക്കുന്നവരെയൊക്കെ ഇത്തിരിയെങ്കിലും വിശ്വാസത്തിലേക്ക് നയിക്കപ്പെടാനായിട്ടുള്ള കൃപ സർവശക്തനായ ദൈവമേ അങ്ങ് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ. ഈശോ അവരെല്ലാവരെയും സമൃദ്ധമായിട്ട് ഒരുക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ഒരു നിയോഗം വെക്കുന്നതോടൊപ്പം തന്നെ വളരെ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലുമൊക്കെ പലവിധ രോഗാവസ്ഥകളുടെയും അസ്വസ്ഥതകളെയും കടന്നു പോകുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് കുടുംബപരമായിട്ടുള്ള വീഴ്ചകളും തടസ്സങ്ങളും അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ഈശോയുടെ വലിയ കൃപയും സംരക്ഷണം അനുഭവിച്ചറിയാനും അവർക്ക് ഈശോയുടെ മാധുര്യമുള്ള സ്നേഹം കൂടുതൽ ജീവിതത്തിൽ അനുഭവിച്ചറിയാനുള്ള വലിയ കൃപ സർവശക്തനായ ദൈവം അങ്ങയുടെ വലിയ കൃപയാൽ അവർക്കെല്ലാവർക്കും അവരുടെ ജീവിത പ്രതിസന്ധികളിൽ അങ്ങ് ശക്തമായ തുണയായിരിക്കണമേ, ശക്തിയായിരിക്കണം. പ്രത്യേകം നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, അവർക്ക് ശക്തമായ ഒരു തുണ, ശക്തമായ ഒരു ആശ്രയം, ശക്തമായ ഒരു ബലം അവർക്കെല്ലാവർക്കും അങ്ങ് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, അങ്ങ് അവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുകൊള്ളണമേ. ആമേൻ.
അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും അനുപമമാകും നിറമേതും പോയി ഞാൻ നിത്യത തേടി ഇടനെഞ്ചിൽ തേങ്ങലുമായി നിൽക്കേ നിറമേതും പോയി ഞാൻ നിത്യത തേടി ഇടനെഞ്ചിൽ തേങ്ങലുമായി നിൽക്കേ നിത്യപുരോഹിത ആശ്വാസതീരമായി തീർന്നിടുമീ കൂദാശയിൽ നീ ചേർക്കണേ നിന്ദയാവായ്പിലെന്നെ അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും അനുപമമാകും പകലിൻ നടുവിലും പാതിരായിരുൾ പോൽ പാപങ്ങളും എന്നും ബരവും പകലിൻ നടുവിലും പാതിരായിരുൾ പോൽ പാപങ്ങളും എന്നും ബരവും സോദരരോടും നിന്നോടുമെന്നുമേ ചൊല്ലുന്നൊരു വേള ഇത് വീടണയുന്നൊരു സുഖമാണിത് അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും അനുപമമാകും അനുതാപകൂദാശ ആനന്ദമായി ആത്മാവിൽ നിറയും പങ്കിലമാകും പാരിൻ പൂവിന് പരിശുദ്ധനേകുന്നു പരിമളം വീണ്ടും അനുപമമാകും സ്നേഹമുള്ളവരെ, നമുക്ക് ഈശോയുടെ ആശീർവാദം
ഒന്ന് ചേർന്ന് സ്വീകരിക്കാം. പരിശുദ്ധ പിതാവിൻ്റെയും അതുപോലെ എല്ലാ കാർഡിനാൾമാർ, മെത്രാന്മാർ, വൈദികർ, സന്യാസിമാരോടും ചേർന്ന് നിക്ഷിപ്തമായിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ഈ ഒരു അനുഗ്രഹത്തിലൂടെ ഇന്നത്തെ ദിവസം ഈശോ നമ്മളെല്ലാവരിലും നിറയട്ടെ. നമുക്കൊന്ന് ചേർന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ട് ജപമാല അർപ്പിച്ച്, പ്രത്യേകിച്ച് മരിയം കൂടാരത്തിൽ നമുക്ക് വേണ്ടി ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ നിയോഗത്തോടൊപ്പം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.